हे गाइस, वेलकम बैक टू आवर चैनल। एंथनी के एक नए पार्ट के साथ आ गए हैं यार। और हम लोगों ने देखा कि कैसे जो एंथनी है वो एना को कहीं ना कहीं सपोर्ट करने लग गया है। बाकी देखते हैं कि पार्ट कैसे होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। हाँ, ये जो उसका पार्टनर था ना उसके पापा के साथ था। हाँ, वो उसका बेटा है क्या? ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇവര് വീട്ടിലേക്കാ വന്നേ. ഞാനാ പറഞ്ഞ ഇവിടെ ഉണ്ടാവുന്നു. കളമ്പുകാട്ട് ലോറൻസിന്റെ പെങ്ങളുടെ മോനാന്ന് അറിഞ്ഞിട്ട് തന്നെ അച്ഛാ അയാൾ ഈ लॉरेंस का, ओ लॉरेंस का भांजा है। अच्छा, നീ ഇവനെ കൊണ്ട് വീട്ടിലേക്ക് പോകും. എനിക്കറിയാം എന്താ ചെയ്യണ്ടത്. just our resort नीचे. സർ ലോറൻസ് വാ. சொல்லுங்க லாரன்ஸ். தண்டபாணி சார், ടാർസിന്റെ കേസ് എന്തായി? அடுத்த வாரம் ஹைகோர்ட்ல ஹியரிங் இருக்கு. கண்டிப்பா கிடைக்கும். സാർ എന്ത് ചെയ്താലും വേണ്ടില്ല, അവന് ജാമ്യം കിട്ടണം. யூ டோன்ட் வரி. अच्छा, टार्जन इसका बंदा. वही। ലോറൻസിന്റെ പെങ്ങളുടെ മോനാ ഈ അടി കൊണ്ട പയ്യൻ. അല്ല ശനെ, ആ പെങ്കൊച്ച ആ പയ്യനെ ശരിക്കും പിടിച്ച. ഇത്രയും നക്ഷത്രം ക്രിസ്മസിന് പോലും കണ്ടിട്ടുണ്ടാവില്ല. എന്നാ പവറായിരുന്നു ഓൾറെഡി. वो तो है यार। ഞാൻ അവനെ വരട്ടിപ്പളേ അവളുടെ മുഖത്തൊരു തെളിച്ചം കാണാൻ. അയാളുടെ മുന്നിൽ ജയിച്ചിട്ടേ ഒന്നുമല്ല, कि मैंने उसका साथ दिया। ആദ്യമായിട്ട് ഒരാൾ കൂടെ തന്നെ. എനിക്കത് മനസ്സിലാവും. പാവം. ആശാനെ തന്നെ പറ്റി. ആ കൊച്ചിന്റെ കാര്യത്തില് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അതൊരു മനുഷ്യ കുഞ്ഞല്ലടാ, ആകെ ഉണ്ടായിരുന്ന അമ്മയും പോയി. वही ऑब्वियसली यार। പിന്നെ എല്ലാവരും കൂടി പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്താ അവള് മാലാകയുടെ പോലെ പെരുമാറണം. ट्रू यार। एंथनी है ना, वो इनका ना देख लेना, बेटी और पापा वाला रिलेशन बन जाएगा। കാര്യം വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. ഇതിപ്പോ എത്രാമത്തെ കേസാണെന്നറിയോ? ആശാൻ ഇതിനൊക്കെ സമയം വേണ്ട അച്ചു. അല്ല, ആൻഡോസ് അങ്ങനെ പറഞ്ഞു. നീ അവനൊന്ന് വിളിച്ചേ. ഹലോ, ആശാനെ, ആ. പോളത്തിരുന്ന് സംസാരിക്കണോ? ഞാൻ കൊടുക്കാം. ആ എടാ, ഞാനാ. എന്നാ വളച്ച? അല്ലടാ ആൻഡോസ്, ആ കൊച്ച് പ്രശ്നമാണോ? ഏയ്, പിള്ളേരല്ലേ. അല്ലടാ, ഞാൻ വേറെ എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കണേല് അത് ശരിയാക്കാം. ഓ വേണ്ട വേണ്ട, ഇപ്പൊ എങ്ങനെ അങ്ങ് പോട്ടെ. ആ പിന്നെ ഞാൻ ജെയിംസിനെ വിളിപ്പിച്ചതേ, അടുത്ത ആഴ്ച നിന്റെ അപ്പന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും കാണണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കുർബാന സമയത്ത് നിന്നെ പള്ളിയിൽ കാണണം, മനസ്സിലായല്ലോ? ഓ, നമുക്ക് ഓർഫനേജിലെ പിള്ളേരെയും പാവങ്ങളെയും വിളിച്ച് നല്ല ബിരിയാണി കൊടുക്കാം. वाह यार, कितना अच्छा है അത് ये। കൊള്ളാം, അതും ചെയ്യണം നമുക്ക്. എന്നാ ഞാൻ വെക്കുവാണ്. ഞങ്ങളുടെ കർത്താവെ, ഈ സമൂഹത്തെയും ഈ ഭവനത്തെയും ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. वाह यार, मेरे को फादर पॉल बहुत बढ़िया लगता है यार, बढ़िया बन गया है। आ गए जी अवारन। यार अब क्या क्या एना ने। ടീച്ചർ തന്നെ കുടുംബത്തിന്റെ ആണ്ടുപോവാനെ ഞാൻ അതിന്റെ അവിടെ. ആന്റണി ഇവിടെ സമരം നടക്കുക. ആൻമേരി ദേവന്റെ മുന്നിൽ നിൽപ്പുണ്ട്. സമരോ? എന്ത് സമരം? ആ അവള് തന്നെ അവളുടെ കുഴി തോണ്ടാനുള്ള പരിപാടിയാ. अपने बहन पे कुल्हाड़ी। यार पर ऐसा क्या ही करना. എഡ്യൂക്കേഷൻ നമ്മുടെ അവകാശമാണ്, ആരുടെ ചാരിറ്റി അല്ല. ഒരു പ്രയർ ഇൻഫർമേഷനും ഇല്ലാതെയുള്ള ഈ ഫീ ഹൈക്ക് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഈ ക്യാമ്പസിലെ 80% സ്റ്റുഡൻസും വെൽഡി ഫാമിലീസിൽ നിന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ സമരം. ഇറ്റ് ഈസ് our right to protest, that to accept injustice. ഇതിനൊരു ആൻസർ മാനേജ്മെന്റ് നൽകുന്നവരെ നമ്മൾ ഈ हाँ अब roll back, fee hike, roll back, fee hike, roll back, fee hike, roll back, fee hike. സ്റ്റുഡൻസിനോട് പറഞ്ഞേക്ക്, ഈ സ്ട്രൈക്കിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത അവർ ഈ കോളേജിൽ നിന്ന് പുറത്തായിരിക്കും. ഇത് മാനേജ്മെന്റ് ഡിസിഷൻ. यार कितना वाहियात है इसका प्रिंसिपल भाई। एंथनी यार अब समझाएगी है ना।
കൊച്ചെനിക്ക് അത് ആരെങ്കിലും കയ്യിൽ കൊടുക്ക്. ഞങ്ങൾ സ്ട്രൈക്കില ആന്റണി. ആ അവര് ചെയ്തോട്ടെ, കൊച്ചു പോയി ക്ലാസ്സിലിരിക്കും. ഇത് പാവപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സമര. ഞാൻ എന്തിനാ മാറി നിൽക്കുന്നത്? കൊച്ചെ, എന്റെ കുടുംബത്തിന്റെ ആണ്ട് നിറച്ച് നടക്കുന്നിടത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. കൂടുതൽ ന്യായം പറയാണ്ട് ഞാൻ പറയണ കേൾക്ക്. അത് തന്നെ നിങ്ങൾ തന്നെ. ചേട്ടാ, ഞങ്ങൾ സമാധാനത്തോടെ സമരം നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ആന്റണി നിർത്ത്. ഇത് ഞങ്ങളുടെ കാര്യ. ഇയാൾക്ക് എന്ത് കാര്യത്തിൽ ഇടപെടാൻ? ആന്റണി പുറത്തു പോ. बोलती भी एंथनी है ना. എനിക്കെന്ത് കാര്യമെന്നോ? നിനക്കറിയില്ല കാര്യം. നാട്ടുകാരല്ല, ആന്റണിയാണ് നിന്റെ ഫീസ് കൊടുക്കുന്നേ, നിന്റെ കാര്യങ്ങൾ നോക്കുന്നേ. നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓടി വരുന്നേ. ഇവിടെ ഉള്ളവന്മാർ പറയുന്ന കേട്ട് കുഞ്ഞു വെക്കുന്നേ. എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടി. എന്നിട്ട് എന്ത് കാര്യം? ആന്റണി ടീച്ചറെ, ഇവളുടെ കാര്യം പറഞ്ഞ് നീ എന്നെ വിളിച്ചേക്കരുത്. എന്റെ സമയം കളയരുത്. കണ്ണീച്ചോറില്ലാത്ത അഹങ്കാരി. ആന്റണി ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. ഒരു സീനുമില്ല. ഇവിടെ അനാഥരത്തിൽ കൊണ്ടുവരും. यार എവിടെയെങ്കിലും പോയി തൊള്ളട്ടെ. सबके सामने एंथनी ने ऐसे बोला, सबके सामने। मतलब उसने भी बोला तुम कौन हो, फिर उसको कहीं ना कहीं प्यार करने लगा। बेटी मानता है उसको एंथनी, एना को। और देखो उसने कैसे बोला तुम कौन हो। बहुत arrogant है वही। और हमेशा वो साथ दे, ये सही थोड़ी है। ചീപ്പായി പോയി. ചീപ്പായി പോയി, ഭയങ്കര ചീപ്പായി പോയി. അവളെ അവളുടെ കാര്യമല്ല ഹോ. നിന്റെ കാര്യമാ പറഞ്ഞത്. എടാ കൊച്ചിനെക്കാളും കൊച്ചായി പോയില്ലേ നീ? ഛേ, അവലവനീയം. നിന്നൊന്നും പള്ളി കയറ്റാൻ കൊള്ളില്ല. പോളെ കഴിഞ്ഞാൽ മറ്റേ വർത്താനം പറയരുത്. നീയൊക്കെ കൂടിയാ ഈ കുരിശിൽ തന്നെ തലയിൽ വെച്ചേ. എന്നിട്ട് നിനക്ക് ചാട്ടാവാറടിച്ച് രസിക്കും വേണം അല്ലടാ. ഞാൻ മനസ്സിലായ നിനക്ക് പ്രശ്നമില്ലല്ലോ. ഹൈ, നീ നിക്ക്, അതിപ്പോ റെഡിയാവും. ഇത് കഴിച്ചു പോ. നീ ഒറ്റ എടുത്തിട്ട് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. എടാ അപ്പൊ ആ കൊച്ചിന്റെ അവസ്ഥയോ? ആൻഡോസേ, എടാ ആ കൊച്ചിന്റെ സ്ഥാനത്ത് നിന്റെ പെങ്ങന്മാരായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നു? बहन बोल दी अब तो। अब उसको छोटी बहन की तरह। यार भाई बहन बच्चे जैसे तो होते हैं, छोटे भाई बहन तो। एंथनी എന്താടാ? എടാ, ഞാനേ സോറി പറയണോ മാപ്പ് പറയണോ, ഇതിലേതാ നല്ല വീട്? എന്റെ മനസ്സിന് പറഞ്ഞാ കൊച്ചെ. अरे वैसे तो एंथनी को कोई फर्क नहीं पड़ता, लेकिन एना का कितना फर्क पड़ता है यार। अब वो कॉलेज जाएगा क्या? और सबके सामने उसको सॉरी बोलना चाहिए। सबके सामने आना की बेइज्जती करी उसने। ആ ടീച്ചറെ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക എന്നെ കാണാൻ. അടിയോ? ആ ആന്റണി തിരിഞ്ഞ് അടി നടക്കുക. സമരം തീർക്കാൻ വേണ്ടി മാനേജ്മെന്റ് തേനിൽ നിന്ന് ഗുണ്ടകളെ ഇറക്കിയിരിക്കാം. भाई मेरे को तो ऐसे लग रहा है टीचर और एंथनी तो फ्रेंड्स हो गए हैं। कुछ भी होता है एंथनी को फोन कर लेती है टीचर। देखना जरा एना, ओ हो। वाह भाई, सिर्फ एना है जो ऐसे गाई है। क्या बात है यार। अब एंथनी पूरा साथ वही ऑब्वियसली। और टीचर कैसे प्रिंटेड करती प्रिंसिपल, अरे ये क्या हो रहा है? एक को मार पटकता है ना कहाँ है? अभी तो एंथनी की फाइट ही दिखने के लिए मिली हमें।
वाह भाई, शानदार। एंथनी का तो दबदबा पूरे कॉलेज में होगा। और सबकी टांग वाली पकड़ लिया है। वही। अब प्रिंसिपल कहाँ जा रहा है? मुझे तो लग रहा है प्रिंसिपल भी कुछ करना तो चाह रहा है। अब तो गया प्रिंसिपल। इसी के लायक है प्रिंसिपल भी एक्चुअली। പഠിക്കാൻ പിള്ളേരുള്ളടാ പന്നി നിനക്കൊക്കെ പണിയുള്ളത്. പിള്ളേരെ തല്ലാനും തള്ളി പറയാൻ ആരാടാ നിനക്ക് ലൈസൻസ് തന്നെ? വിളിക്കുന്നോടാ, നിർത്തിക്കോണം പന്നി. നിന്നെ പുറത്തിട്ടല്ലാത്ത ഈ കസേരയോടുള്ള ആദരവ് കൊണ്ടാ. ഒടുക്കത്തെ ആദരവ്. ये कैसा सा प्रिंसिपल है यार? कितना लफंगा लुच्चा प्रिंसिपल है। ഫീസിന്റെ കാര്യമൊക്കെ ഓക്കെയാണ്. പിള്ളേരോട് പറഞ്ഞോ? वाह, നിങ്ങളുടെ പ്രൊട്ടസ്റ്റ് മാനേജ്മെന്റ് അംഗീകരിച്ചു. ഫീസ് വർദ്ധിപ്പിക്കില്ല. ഒഫീഷ്യൽ ഡിക്ലറേഷൻ. वाह यार, वाह। प्रिंसिपल का कोई नोटिस नहीं आ रहा, कुछ नहीं आ रहा। एंथनी का नोटिस आ रहा है स्कूल कॉलेज में। അന്നയോടെ ടീച്ചറെ सॉरी कैसे बोलेगा? क्या करेगा वह? कैसे सॉरी बोलेगा? क्या उसके लिए शूज लाएगा? ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തെല്ലാം വിളിച്ചും പറഞ്ഞു. എനിക്ക് ആ കൊച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതൊരു പെങ്കൊച്ചല്ലേ, മറ്റുള്ള പെങ്കൊച്ചുങ്ങളെ പോലെ അവൾക്കുണ്ട്. Obviously. എനിക്കൊരു ചുക്കറിയില്ല. നീ ഇങ്ങനെ സെന്റി ആവലടാ. ആനടി സെന്റിയാടാ, അതല്ലേ ഞാൻ ക്രിമിനലായ. अब क्यों आ गया कॉलेज से फोन? ഹലോ എന്നെ കൊച്ചേ, എനിക്ക് ആന്റണി ഒന്ന് കാണണം. वो भी आपसे? നാളെ സൺഡേ. ആന്റണി ഹോസ്റ്റലിലേക്ക് വന്നാൽ മതി. ഓ ശരി. അന്റിനെ हाँ, കാണണം. क्या क्यों बोलेगी? मुझसे दूर रहो, पता नहीं। സമാധാനേ. कुछ उसके लिए लेके जाना प्लीज। ഉള്ളൊരു ബന്ധമുണ്ട്. वही तो, ഓ എന്റെ യേശോപ്പച്ച, അതിന്റെ ബ്യൂട്ടി ഒന്നും വേറെ തന്നെ. वही तो। ऐना को क्यों मिल रहा है? लेकिन उसके लिए कुछ लेके गया है। अच्छा, शूज? और साइज का कैसे पता चला? वाह यार, പാകാവോന്നറിയില്ല, ഒരു ഊഹം अच्छा वही मेरा क्वेश्चन था, साइज का कैसे पता चला? ഞാൻ വരാൻ പറഞ്ഞത് ഒരു തീരുമാനം പറയാം. किस चीज का? ആന്റണിയുടെ സംരക്ഷണം ഞാൻ വേണ്ടാന്ന് വെക്കാം. क्यों? പക്ഷേ ഞാൻ ജസ്റ്റിന്റെ പുറത്തൊരു തെറ്റുപറ്റി പോയതാ. അല്ല ആന്റണി, തെറ്റുപറ്റിയതിരിക്കാം. മറ്റുള്ളവരുടെ ചെലവിലല്ല ഞാൻ പഠിക്കേണ്ടത്. ഞാൻ കോളേജ് പഠിത്തം നിർത്താം. പിന്നെ താമസം
ആന്റണി പറഞ്ഞു ശരിയാ. orphanage. എനിക്ക് പറ്റിയ സ്ഥലം ഓർഫനേജ് തന്നെയാ. यार obviously इसको बहुत बुरा लगा है यार obviously. ഇല്ലേ? എന്നിട്ടൊക്കെ കുറെ വർഷമായി എനിക്ക് ഡീലിങ്സ് ഒന്നും അറിയില്ല. കൊച്ചിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ സ്നേഹമുള്ളൊരു തമ്മിൽ പറയുന്ന പോലെ അങ്ങ് കരുതിയ പോലെ. क्या बोली ये है ना? ഞാനിപ്പോ എന്താ വേണ്ടേ? കൊച്ചിനെ കാല് പിടിക്കുന്നോ? यार इतना बड़ा वो हो रहा है कि मैं तेरे पैरों पे गिर जाऊंगी. जनरली इसको हेल्प करना चाह रहा है. शायद मान गई. जूता पहन लिया उसने. पहन लिया जूता. मान गई. हाँ वो मान गई शायद. उसने जूता पहन लिया और शायद फिट भी है उसको. 2-3 इंच. यार ഇത് വലുതാ. मान गई. यार finally. और अब ना इनका रिलेशन यहाँ से चेंज होगा. यार मतलब एंथनी और ये हैना का रिलेशनशिप जो काफी ज्यादा अच्छा जाने वाला है अब. वही मतलब पहले उनके बीच गुस्सा हुआ. मतलब एंथनी ने उसको गुस्से में बोला एना को कि और मतलब वो काफी ऑफेंड भी हो गई. वही वो ऐसी थी कि मेरे को नहीं पढ़ना चाहिए. लेकिन यार उनको ना एक दिल से खुशी मिल रही है. बट अभी ना ट्विस्ट पता कब आएगा? जब एना को पता लगेगा उसके बाप का कातिल एंथनी है. जब इनका रिलेशन अच्छा बनेगा, इनका बॉन्ड अच्छा बनेगा और जब उसको पता लगेगा लाइक बट मुझे लग रहा है, हाँ मुझे लग रहा है कि वो लाइक लेट गो कर देगी उस चीज को. शायद हाँ, क्योंकि शायद उसके असली पापा भी इतना नहीं कर रहे जितना एंथनी कर रहा है उसके लिए. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट और करिए. अगर इस चैनल पे नहीं हो तो सब्सक्राइब करिए. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया. अगर फॉलो करना चाहते हो तो कर सकते हैं. तो मिलते हैं एक और न्यू वीडियो के साथ. तब तक के लिए बाय. बाय.